ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് കവിയും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ അർഹനായി. കവി വി മധുസൂദനൻ നായർ അധ്യക്ഷനും നിരൂപകൻ സുനിൽ പീളയിടം, നോവലിസ്റ്റ് ആർ രാജശ്രീ എന്നിവർ അംഗങ്ങളുമായ പുരസ്കാര നിർണയ സമിതിയാണ് ലീലാകൃഷ്ണനെ പുരസ്കാരത്തിനായി നാമനിർദ്ദേശം ചെയ്തതെന്ന് പത്മപ്രഭ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറുമായ എം വി ശ്രേയാംസ് കുമാർ അറിയിച്ചു. നമുക്ക് ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല എന്ന് തോന്നുന്നു. കാരണം അത്രമാത്രം കേരളീയ സമൂഹത്തിൽ പ്രസിദ്ധനാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ, പാട്ടുകളിലൂടെ, അതിമനോഹരമായ പ്രഭാഷണങ്ങളിലൂടെ മലയാളികൾക്ക് അങ്ങേയറ്റം സുപരിചിതനായ ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഈ വർഷത്തെ പുരസ്കാരം ലഭിക്കുന്നത്. 75,000 രൂപയും പത്മരാഗ കല്ല് പതിച്ച ഫലകവും അടങ്ങിയ വളരെ വിലമതിപ്പുള്ള അല്ലെങ്കിൽ വിലയേറിയ ഒരു ശില്പമാണ് ഈ പുരസ്കാരമാണ് ഇതുവഴി നൽകുന്നത്. ഏതായാലും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ സുനിൽ പീളയിടം, വി മധുസൂദനൻ നായർ, ആർ രാജശ്രീ ഇവരൊക്കെ അടങ്ങിയ ജൂറിയാണ് ഈ പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹം മലയാള സാഹിത്യത്തിനും അതോടൊപ്പം തന്നെ ഈ പ്രഭാഷണ കലയ്ക്കുമെല്ലാം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരത്തിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെതായ നിലാസാധകം ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ നിളയുടെ തീരങ്ങളിലൂടെ ഉൾപ്പെടെ, പിയുടെ പ്രപഞ്ചങ്ങളിലൂടെ എന്ന ഗ്രന്ഥങ്ങളിലൂടെ എല്ലാം തന്നെ മലയാളിക്ക് ഏറെ സുപരിചിതനാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്.